സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. പഠിത്തു വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കേരളത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ആണ്. 1957 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 1957 ഏപ്രിൽ മാസം 1 തീയതിയാണ് കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5 1957 ഏപ്രിൽ മാസം 5 തീയതിയാണ് കേരളത്തിൽ ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. കാലവർഷ സമയത്ത് കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ചാകരം. കാലവർഷ സമയത്ത് കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ചാകരം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം നോർവേയാണ്. നോർവേയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം. ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം എന്ന് പറയുന്നത് ഏത് തരം ചലനമാണ്? വക്രരേഖാ ചലനമാണ്. വക്രരേഖാ ചലനം. പ്രവേഗത്തിന്റെ യൂണിറ്റ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിനു പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിനു പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി കോരപ്പുഴയാണ്. കോരപ്പുഴ. വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. കാസിമർ ഫങ്ക്. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര എന്തിനുള്ള പുരസ്കാരമാണ്? വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര എന്നത്. ഒരു ഉരുക്കു സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി അനീലിംഗ്. ഒരു ഉരുക്കു സൂചി ചുട്ടുപഴപ്പിച്ചതിനു ശേഷം വായുവിൽ അത് സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഇരുമ്പാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇതിലാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം
ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. പുസ്തകത്തിന്റെ പേരെന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടെ പുസ്തകമാണ്? ദാദാബായ് നവറോജി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. കേരളത്തിന്റെ തനത് കലാരൂപം. കേരളത്തിന്റെ തനത് കലാരൂപം കഥകളിയാണ്. കഥകളി. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ്. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശിയാണ്. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്നത് ധനാശി. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയാണ് ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന ഏതാണ്? SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ 4. ജൂലൈ 4. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നത് R. ശങ്കറാണ്. R. ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആയിരുന്നത്. R. ശങ്കർ ആരംഭിച്ച പത്രം ദിനമണി. ദിനമണി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? R. ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറാണ് ദിനമണി എന്ന പത്രം ആരംഭിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ PJ ആന്റണി. PJ ആന്റണി. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദി. മിതവാദി പത്രത്തിലാണ് വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. 2012 പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത്. വർഷം ഏതാണ്? 2012. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതി പരിശോധിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഏത് റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി നിയോഗിച്ചത്? കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം.
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ആത്മീയ പിൻഗാമി ആരാണ്? വിനോബ ഭാവെ. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം. നോബൽ സമ്മാനം നിലവിൽ വന്നത് 1901. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം 1901. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാരാണ്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സുജേത കൃപാലാനി. സുജേത കൃപാലാനിയാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിത. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ആരാണ്? ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചത് ആരാണ്? BN റാവുവാണ്. BN റാവുവാണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചത്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മുദ്ര ബാങ്ക് ആരംഭിച്ചത് എന്ന്. മുദ്ര ബാങ്ക് ആരംഭിച്ചത് 2015 ഏപ്രിൽ 8-നാണ്. 2015 ഏപ്രിൽ 8-നാണ് മുദ്ര ബാങ്ക് ആരംഭിച്ചത്. മുദ്ര ബാങ്ക് 2015 ഏപ്രിൽ മാസം 8-നാണ് ആരംഭിച്ചത്. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 143 ആർട്ടിക്കിൾ 143 രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO സിന്ധു ശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധു ശ്രീ ഗുള്ളറാണ്. സിന്ധു ശ്രീ ഗുള്ളർ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അമർത്യ സെന്നാണ്. അമർത്യ സെന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി ഡാമാണ് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോടാണ്. പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം എവിടെയാണ്? വയനാടാണ്. വയനാടാണ് പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. തുളസിദാസ്, കബീർദാസ്, മീരാബായി എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വരുന്ന ആസാമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. തുളസിദാസ്, കബീർദാസ്, മീരാബായി എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വരുന്ന ആസാമിലെ നൃത്തരൂപമാണ് സാത്രിയ. സാത്രിയ എവിടുത്തെ നൃത്തരൂപമാണ്? ആസാമിലെ നൃത്തരൂപമാണ് സാത്രിയ. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത്? ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് മികച്ച കായിക പരിശീലകർക്കാണ്. മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡ് ഏതാണ്? ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യൻ ഗവർണറായ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് VP മേനോൻ. VP മേനോനാണ് ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ്. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്?
കുളു. അടുത്ത ചോദ്യം, ഇടിയെക്കുറിച്ചുള്ള പഠനം. ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോൺറ്റോളജി. ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോൺറ്റോളജി. മിന്നലിനെ കുറിച്ചുള്ള പഠനം. മിന്നലിനെ കുറിച്ചുള്ള പഠനമാണ് ഫുൾമിനോളജി. ഫുൾമിനോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മിന്നലിനെ കുറിച്ചുള്ള പഠനമാണ് ഫുൾമിനോളജി. ഇടിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ബ്രോൺറ്റോളജി. കേരള പഞ്ചായത്ത് നിയമം പാസാക്കിയത്. കേരള പഞ്ചായത്ത് നിയമം പാസാക്കിയത് 1994 ഏപ്രിൽ മാസം 23 കേരള പഞ്ചായത്ത് നിയമം പാസാക്കിയത്. 1994 ഏപ്രിൽ 23. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ലോഹം ടൈറ്റാനിയം, മൂലകം സിലിക്കൺ. കേരള നെഹ്റു എന്ന് അറിയപ്പെടുന്നത്. കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ് കേരള നെഹ്റു എന്ന് അറിയപ്പെടുന്നത്. കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക് ആണ്. നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. വിദ്യാവിലാസിനി. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേര് എന്താണ്? വിദ്യാവിലാസിനി. പഞ്ചാബി ഭാഷയുടെ ലിപി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. ഗുരുമുഖി ലിപി ഏത് ഭാഷയുടെ ലിപിയാണ്? പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് ഗുരുമുഖി ലിപി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല. നളന്ദ സർവകലാശാലയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല ഏതാണ്? നളന്ദ സർവകലാശാല. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം. സെറിസിൽ. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസിൽ. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? മരുഭൂമിയുടെ സൃഷ്ടാവ്. വാണിജ്യവാദമാണ് മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. വാണിജ്യവാദം. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ആസാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആസാമാണ്. ആസാം. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. നാഗ്പൂരാണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്ന് അറിയപ്പെടുന്നത്. നാഗ്പൂർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? അംബേദ്കറെ കുറിച്ചാണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര്? ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. അമിത് ഷാ. കൊഴുപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കൊഴുപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ് നിർമ്മിക്കുന്നത്? പാക് കടലിടുക്കിലാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി. ഏത് കടലിലാണ്? പാക് കടലിടുക്കിലാണ്. പാക് കടലിടുക്കിൽ. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ആണ്. 126. അടുത്ത ചോദ്യം,
നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? നിരോക്സീകരണം സംഭവിക്കുന്നത് കാഥോഡിനാണ്. കാഥോഡ്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത് വെള്ളനാട്. വെള്ളനാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത്. വെള്ളനാട്. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം ഏതാണ്? പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറമാണ്. വർക്കല കടപ്പുറമാണ് പാപനാശം എന്ന് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവയുടേതാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദീപികയാണ്. ദീപികയാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ആന്ത്രോത്താണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. അപ്പൊ ചെറിയ ദ്വീപ് ഏതാണ്? ബിന്ദ്രയാണ്. ബിന്ദ്ര. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മാനവരാശിയുടെ ഭവനം എന്താണ്? ഏത് പാളിയാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്ന് അറിയപ്പെടുന്നത്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. ദേശ് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ ആണ്. ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ രാധാകൃഷ്ണ മാഥൂർ. ലഡാക്കിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? രാധാകൃഷ്ണ മാഥൂർ. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 23 അപ്പോൾ ഇന്ത്യയിൽ ഡിസംബർ 23 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. ആരാണ് മുൻ പ്രധാനമന്ത്രി? ചൗധരി ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 23 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേതാണ്? മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദിന്റെ ആത്മകഥയുടെ പേരാണ് മൈൻഡ് മാസ്റ്റർ. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത GS ലക്ഷ്മിയാണ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യത്തെ വനിതയാണ് GS ലക്ഷ്മി. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? S രാമാനുജൻ. രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ ഗണിതശാസ്ത്ര ദിനം. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്. ഡിസംബർ 22 ആരുടെ ജന്മദിനമാണ്? S രാമാനുജന്റെ ജന്മദിനമാണ്. 2019 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി നേഴ്സ് ലിനി പുതുച്ചേരിയാണ്. ഏത് വർഷമാണ്? 2019. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരതയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരതയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4 ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. മാഷ് ടെസ്റ്റ് എന്തിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്. ആഴ്സനിക്കിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് എന്താണ്? മാഷ് ടെസ്റ്റ് ആണ്. മാഷ് ടെസ്റ്റ്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരിധു പിള്ള.
കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് പരീതു പിള്ള. ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം 10. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. അവസാനത്തെ ചോദ്യം, ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? നാഡീവ്യവസ്ഥയെ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഹണ്ടിങ്ടൺ രോഗം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്